Today we are going to welcome to A plus easy chapters. Today we are going to നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മോഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ മോഷൻസിൽ എങ്ങനെയാണ് നോക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി എന്താ ചെയ്യുന്നത്, ലൈക്ക് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് നടക്കുകയാണ് അല്ലേ? അപ്പം അതായത് ആ കൊച്ചെന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്നു, അതേപോലെ ഇവിടെ നിന്ന് നടക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ചൈൽഡ് സ്റ്റാർട്ട് വാക്കിംഗ് ഫ്രം പോൾ ബി പാസസ് സി ആൻഡ് റീച്ചസ് ഡി. അതായത് ആ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിലും അത് വന്നെത്തുന്നത് ഡിയിലും. ഓക്കെ, റീച്ച് ചെയ്യുന്നത് ഡിയിലാണെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി എന്തും ചെയ്യുന്നുണ്ട്, ആഫ്റ്റർ ദാറ്റ് ദ ചൈൽഡ് റിട്ടേൺസ് ഫ്രം ഡി ആൻഡ് റീച്ചസ് ദ പോൾ സി. എന്നിട്ട് ഡിയിൽ നിന്ന് ആ കുട്ടി എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്ത് സിയിൽ വന്നെത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ്? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ കുട്ടി ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മളിങ്ങനെ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആ കുട്ടി ബിന്ന് സിയിലൂടെ പോയി ഡിയിലെത്തി അല്ലേ? അപ്പോൾ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് ഇവിടുത്തെ ഈ 40യും ഇവിടുത്തെ 40യും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന 80 ആണ്. ഓക്കെ അല്ലേ? പിന്നെ ആ കുട്ടി എന്ത് ചെയ്തു, തിരിച്ച് സിക്ക് തന്നെ വന്നു. അപ്പോൾ ഒരു 40യും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 80 + 40 ദാറ്റ് ഈസ് 120 ആയിരിക്കും ആ കുട്ടി ടോട്ടലായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറണ്ട് പൊസിഷൻ സി ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ ബി ഓഫ് ദ ചൈൽഡ്? അതായത് ഇപ്പോൾ ആ കുട്ടി നിൽക്കുന്നത് എവിടെയാണ്? സി എന്ന് പറഞ്ഞ ഈ പോയിന്റിലാണ് അല്ലേ? ഈ സി എന്ന് പറഞ്ഞ പോയിന്റും ആ കുട്ടി സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ പൊസിഷനും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ്. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 40 ഇല്ലേ? അത് ഗിവൺ ആണ്. ഓക്കെ, ഇനി ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഫ്രം ബി, ഇനി ഈ കുട്ടി ബി എന്ന 40 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ആർ ദ പോസിബിൾ പൊസിഷൻസ് ഓഫ് ദ ചൈൽഡ്? ഈ കുട്ടിക്ക് ഇവിടെ നിന്ന് 40 മീറ്റർ ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഇങ്ങോട്ടാണേലും പോവാം, ആ കുട്ടിക്ക് ഇങ്ങോട്ടാണേലും പോവാം. സോ ഹി ക്യാൻ റീച്ചസ് എ ആൻഡ് സി അല്ലേ? എയിലും പോവാം, ആ കുട്ടിക്ക് സിയിലും പോവാം. ഇനി ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ടു റീച്ച് സി ഫ്രം ബി? അതായത് സിയിലേക്ക് എത്തണം ബി എന്ന്. ഓക്കെ, ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സിയിലോട്ട് എത്തണം. അതിന് ഏത് ഡയറക്ഷനിലാണ് പോവുക? ഡയറക്ഷൻസ് പറയുന്നത് ഇതാണ്. അതായത് ഇത് ഈസ്റ്റ്, ഇത് ഈസ്റ്റ് അല്ല, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻസ് പറയാറ്. ഓക്കെ, അപ്പോൾ ആ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത്? അതെ, ടുവേർഡ്സ് ദ ഈസ്റ്റ് ആയിരിക്കണം പോകേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ കാണിച്ചു, അതായത് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ ബിയും നമ്മുടെ കറണ്ട് പൊസിഷൻ സിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കാണിച്ചു അല്ലേ? അങ്ങനെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫൈനൽ പൊസിഷനും നമ്മുടെ ഇനീഷ്യൽ പൊസിഷനും തമ്മിൽ ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു ഡെഫിനിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് എസ്. അതിന് യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. മീറ്റർ പിന്നെ വേറൊരു യൂണിറ്റും കൂടെ ആണല്ലോ ഏതിൻ്റെ? അതെ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റും കൂടിയാണ് നമ്മുടെ മീറ്റർ എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസിൻ്റെ സെയിം യൂണിറ്റ് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിനുള്ളത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കണേ, കാരണം അതിൻ്റെ ഡിഫറൻസസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്താണ്, സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്താണെന്ന്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിന് എന്ത് കൂടെ ഉണ്ടാവും? ഡയറക്ഷൻ സ്പെസിഫൈഡ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡും കൂടെ. ഓക്കെ, സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ആണോ സ്കെയിലർ ആണോ?
ഒബ്വിയസ്ലി വെക്ടറാണ്, കാരണം നമ്മൾ ഡയറക്ഷൻ പറഞ്ഞല്ലോ ടുവേർഡ്സ് ദ ഈസ്റ്റ് ആണ്. ഒബ്വിയസ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാൻ പോകണം. ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഇൻ ദ വെസ്റ്റ്വേർഡ് ഡയറക്ഷൻ ഫ്രം ബി, അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ആ കൊച്ച് എന്ത് ചെയ്യാൻ പോവാണ്, ബി എന്ന് വെസ്റ്റ് വെച്ച് ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് 40 മീറ്റർ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ കറണ്ട് പൊസിഷൻ ഓഫ് ദ ചൈൽഡ് എത്രയായിരിക്കും? 40 മീറ്റർ ആ കുട്ടി വെസ്റ്റിലോട്ട് പോയാൽ ആ കുട്ടി എത്തുന്നത് എവിടെയായിരിക്കും? എയിലായിരിക്കും അല്ലേ? ഇനി നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ഡിറക്ഷനിലാണെന്ന് വിചാരിക്കുക. അതെന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഡിറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ബാക്ക്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റിലോട്ട്, ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കണേ. അപ്പം ഒന്ന് ചെയ്ത് നോക്കും, എന്നിട്ട് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ടീച്ചർ ചെയ്യുന്നത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഈ ഫിഗറിൽ ഡയറക്റ്റ് ആ കുട്ടിക്ക് ബി എന്ന് സിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് അവർ കൊടുത്തിട്ടുണ്ട്, 40 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റോ സെയിം അല്ലേ? സെയിം ആണ്. ഇനി ആ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിലും ഡിയിൽ റീച്ച് ചെയ്തു, റിട്ടേൺ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് 80 ആണ് അല്ലേ? ഇനി നമ്മൾ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിയിലെത്തുന്നു. അപ്പോൾ അതായത് നമ്മൾ ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിയിലെത്തുന്നു. അപ്പോൾ എത്രയാണ്? 80 അല്ലേ ഡിസ്റ്റൻസ് വരിക? ഡിസ്പ്ലേസ്മെൻറ്റും 80 തന്നെയല്ലേ വരിക? ഇനി ബി എന്ന് എയിലോട്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ബി എന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 40 അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ -40 ആണ്. കാരണം അത് എങ്ങോട്ടാണ്? വെസ്റ്റിലോട്ടാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ -40 എഴുതിയത്. ഇനി ആ കുട്ടി എന്ത് ചെയ്തു? ബിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി, പിന്നെ തിരിച്ച് ബിയിലോട്ട് വരികയാണ്. ഓക്കെ, ഇങ്ങനെയാണ്. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ഇറേസ് ചെയ്യട്ടെ, അപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പം എന്താ ചെയ്യാൻ പോണ? ആ കുട്ടി എന്ത് ചെയ്യുന്നു? ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് എയിലോട്ട് പോകുന്നു, പിന്നെ തിരിച്ച് ബിയിലോട്ട് തന്നെ വരുന്നു അല്ലേ? എയിലോട്ട് പോയിട്ട് ആ കൊച്ച് എന്ത് ചെയ്യുന്നു? തിരിച്ച് ബിയിലോട്ട് തന്നെ വരുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആദ്യം ആ കുട്ടി ഇങ്ങോട്ട് പോകാനെടുത്ത 40 മീറ്ററും ഇവിടെ നിന്ന് ബിയിലോട്ട് വരാനെടുത്ത 40 മീറ്റർ. അപ്പോൾ എത്രയായി? 80 മീറ്ററായി അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 80 മീറ്ററാണ് കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ 0 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തത് ബിയിലാണ് അല്ലേ? പിന്നെ എയിലോട്ട് പോയി പിന്നെയും തിരിച്ച് റിട്ടേൺ വന്നതും ബിയിലോട്ടാണ്. അപ്പോൾ അവിടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയില്ലേ? അതുകൊണ്ടാണ് നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 വന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ദ ചൈൽഡ് മൂവ് ഫ്രം എ ടു ഡി ആൻഡ് റിട്ടേൺ ടു എ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ്? ആർ ഇൻ ദ ഇനീഷ്യൽ ആൻഡ് പൊസിഷൻ ഫൈനൽ പൊസിഷൻ ആർ ദ സെയിം? ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ന് ഡിയിലോട്ട് ആ കുറിച്ച് പോവാണ്. ഓക്കെ, എന്ന് ഡിയിലോട്ട് ആ കുട്ടി പോകുന്നു, തിരിച്ച് ഡിന്ന് എയിലോട്ട് തന്നെ പോകും. അപ്പോൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ് വന്നു, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? അതെത്രയായിരിക്കും? 40 + 40 + 40 + 40, 120 പ്ലസ് 40 + 40 ദാറ്റ് ഇസ് 80 ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തതും, അതായത് ആ കുട്ടിയുടെ ഇനീഷ്യൽ പൊസിഷനും എൻഡ് ചെയ്ത പൊസിഷനും സെയിം അല്ലേ? സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഓക്കെ അല്ലേ? അതായത് നമുക്ക് ചില സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഈ ആൻസർ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ അല്ലേ?
ഇപ്പോൾ ഫിഗർ 2.2a ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് കവേർഡാണ്. അപ്പം നമ്മൾ എപ്പോഴും ഡിസ്റ്റൻസ് കവേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു, ആ കുട്ടി ഇവിടെ നിന്ന് പി എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടേ, വായിക്കാൻ മറന്നു. 2 different paths taken by a child to move from position P through Q are depicted. അതായത് പി എന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂയിലൂടെ ആ കുട്ടി ആറിലേക്ക് എത്തുന്ന ഇതാണ്, ഫിഗേഴ്സാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ആ കുട്ടി പിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂയിലൂടെ പോകുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ, അതായത് പിന്ന് ക്യൂയിലോട്ട് എടുക്കണം ഒരു ഡിസ്റ്റൻസ്, പിന്നെ ക്യൂന്ന് ആറിലോട്ടൊരു ഡിസ്റ്റൻസ്. അപ്പോൾ പിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 60. ക്യൂന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസ് 40. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 100 ആയിരിക്കും അല്ലേ? 100 മീറ്റർ ആയിരിക്കും. യൂണിറ്റും കൂടി എഴുതണേ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ തമ്മിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെ ഇവർ തമ്മിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അവർ കാണിക്കുന്നുണ്ട് അല്ലേ? എത്രയാ? 80 മീറ്റർ. അപ്പോൾ 80 മീറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പിക്ചറും കൂടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് പെർ ദ മോഷൻ ഇൻ ഫിഗർ 2.2b? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? പി എന്ന ആൾ ആദ്യം ക്യൂ എത്തി, പിന്നെ ക്യൂ എന്ന് നേരെ എസ്സിലോട്ട് എത്തി, അങ്ങനെയല്ലേ? അപ്പോൾ പി എന്ന് ക്യൂവിലെത്താനുള്ളത് 60 മീറ്റർ ആണ്, ക്യൂ എന്ന് എസ്സിലോട്ട് എത്താനുള്ളത് 40. ഇപ്പോൾ ഡിസ്റ്റൻസ് എത്രയാ? 100 അല്ലേ? നമുക്ക് എത്രയാ വന്നത്? അപ്പോൾ ടോട്ടലായിട്ട് വന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 60 + 40 ദാറ്റ് ഈസ് 100 ആയിരിക്കും. സെക്കൻഡ് ഫിഗറിൻ്റെയും എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? 100 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഏതാണ് ഇനീഷ്യൽ പൊസിഷൻ നോക്കാം, അതുപോലെ ഏതാണ് ഫൈനൽ പൊസിഷൻ നോക്കാം. എന്നിട്ട് ഇവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാ? സെയിം അല്ലേ? അതായത് നമ്മൾ കണ്ടുപിടിച്ച ഫൈൻഡിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മീറ്റർ ആണ് ഇതിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതായത് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ ഓൺലി വെൻ ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഒബ്ജക്റ്റ്, ഇപ്പം ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം ഇല്ലേ? ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസിൻ്റെ വാല്യൂവും ഡിസ്റ്റൻസിൻ്റെ വാല്യൂവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഈ ബോക്സിൽ പറയുന്നത്. എന്താണ്? ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് മോഷൻ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? അതെ, അതായത് ദ ലെങ്ത് ബിറ്റ്വീൻ ദ, അല്ലെങ്കിൽ ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ പൊസിഷൻ ആൻഡ് ദ ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 0 ആവാം, പക്ഷേ ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആവത്തില്ല. അപ്പോൾ എന്താ എഴുതേണ്ടത്? cannot ഇതാണ്. ഓക്കെ, cannot be 0. ഓക്കെ, അതായത് ഈ സെക്കൻഡ് കോളത്തിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ക്യാൻ ബി 0. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വെക്റ്റർ. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും ഇല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നൊക്കെ നോക്കി അല്ലേ?